പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സുകളിലെ ആദ്യത്തെ അപ്ഡേറ്റ്, ബാറ്റിസ്റ്റ ഡബ്ല്യുഡബ്ല്യുഇയിലേക്ക് അടുത്ത ആഴ്ച തിരികെ വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചും, രണ്ടാമതായി പങ്കുവെക്കുന്നത് സാഷ ബാങ്ക്സും ബെയ്ലിയും ഇന്ന് കണ്ടുമുട്ടിയതായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പിക്ചർ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസുമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഒന്നാമതായി പങ്കുവെക്കാനുള്ളത് ബാറ്റിസ്റ്റയെ സംബന്ധിച്ചാണ്. ബാറ്റിസ്റ്റ അടുത്ത റോ എപ്പിസോഡിൽ റിട്ടേൺ ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് കുറച്ച് കൂട്ടുകാർ ചോദിച്ചിരുന്നു. അപ്പോൾ അവരോട് പങ്കുവെക്കാനുള്ള ഒരു ഉത്തരമെന്ന് പറയുന്നത്, ബാറ്റിസ്റ്റ അടുത്ത റോ എപ്പിസോഡിൽ അപ്പിയർ ചെയ്യില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംശയം വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ബാറ്റിസ്റ്റയെ 2024 ഹോൾ ഓഫ് ഫെയിമിലേക്ക് ഇൻഡക്റ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു വാർത്ത പുറത്തേക്ക് വന്നതിന് ശേഷം കുറച്ച് കൂട്ടുകാർക്ക് അവരുടെ മനസ്സിൽ വന്ന ഒരു സംശയമായിരിക്കും റോ എപ്പിസോഡിൽ ബാറ്റിസ്റ്റ വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഹോൾ ഓഫ് ഫെയിമിൻ്റെ ആ ഒരു സീസൺ ആകുമ്പോൾ മാത്രമാണ് ബാറ്റിസ്റ്റയെ ഇനി നമുക്ക് ഓൺ സ്ക്രീനിൽ ഡബ്ല്യുഡബ്ല്യുഇന് വേണ്ടി കാണാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ ബാറ്റിസ്റ്റ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ കുറച്ച് ഫോട്ടോസ് പങ്കുവച്ചിരുന്നു. ആ ഒരു ഫോട്ടോസ് അദ്ദേഹം നല്ലൊരു ഫിസിക്കലും അതുപോലെ തന്നെ ഒരു റിങ്ങിൽ കയറി മത്സരിക്കാൻ പറ്റുന്ന ഒരു ഷേപ്പിലും ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ബാറ്റിസ്റ്റ ഇനിയൊരു മത്സരത്തിന് വേണ്ടി ഡബ്ല്യുഡബ്ല്യുഇയിലേക്ക് തിരികെ വരുന്നതിനോട് അനുബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇതുവരെ പങ്കുവച്ചിട്ടില്ല. ഓൾറെഡി ട്രിപ്പിൾ എച്ചിനെ ഒരു റെസ്ൽമേനിയയിൽ നേരിട്ട് കൃത്യമായി ഒരു മത്സരം കളിച്ച് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ച ഒരു വെറ്ററൻ റെസ്ലറാണ് ബാറ്റിസ്റ്റ. അതുകൊണ്ട് തന്നെ മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യന് ഇനി ഡബ്ല്യുഡബ്ല്യുഇയിൽ ഒരു മത്സരത്തിന് വേണ്ടി തിരികെ വരേണ്ട ഒരു ആവശ്യവും ഇല്ല. അടുത്ത റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സെത്ത് റോളിൻസ് ജിന്ദർ മഹാലിനെയാണ് വേൾഡ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന മത്സരത്തിൽ നേരിടുന്നത്. അപ്പോൾ ആ ഒരു മത്സരം കഴിഞ്ഞതിന് ശേഷം ബാറ്റിസ്റ്റയുടെ ഒരു സർപ്രൈസ് റിട്ടേൺ, അതുപോലെ തന്നെ ആ ഒരു ടൈറ്റിൽ റിട്ടേൺ ചെയ്ത് നിൽക്കുന്ന സെത്തിനെ ചലഞ്ച് ചെയ്യുന്ന റോയൽ റംബിളിലേക്കുള്ള ഒരു മത്സരത്തിൻ്റെ ഒരു ഭാഗങ്ങൾ എന്നൊക്കെയാണ് പലരും സംശയം പോലെ പ്രകടിപ്പിച്ചത്. എന്നാൽ അത്തരത്തിലുള്ള യാതൊരുവിധ സാധ്യതയും ഇല്ല എന്നാണ് പങ്കുവെക്കാനുള്ളത്. അവസാനമായി നമ്മൾ നോക്കാൻ പോകുന്നത് സാഷ ബാങ്ക്സിൻ്റെ റിട്ടേണോട് അനുബന്ധിച്ചുള്ള വാർത്തയെ സംബന്ധിച്ചാണ്. ബെയ്ലി ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് ഫോട്ടോസ് പങ്കുവച്ചു. ആ ഫോട്ടോകൾക്കിടയിൽ സാഷ ബാങ്ക്സും ബെയ്ലിയും ഒരുമിച്ച് നിൽക്കുന്ന കുറച്ച് ഫോട്ടോസും നമുക്ക് കാണാൻ സാധിച്ചു. ഈ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ സാഷ ബാങ്ക്സിൻ്റെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ചുള്ള വലിയ വലിയ ചർച്ചകളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബെയ്ലി നിലവിൽ ഡബ്ല്യുഡബ്ല്യുഇ കോൺട്രാക്റ്റുള്ള റെസ്ലറാണ്, ആക്റ്റീവായിട്ടുള്ള റെസ്ലറാണ്. സാഷ ബാങ്ക്സ് ഡബ്ല്യുഡബ്ല്യുഇ കോൺട്രാക്റ്റ് ഇല്ലാതെ ഡബ്ല്യുഡബ്ല്യുഇയുമായി പ്രശ്നമുണ്ടാക്കി ഡബ്ല്യുഡബ്ല്യുഇ കമ്പനിയിൽ നിന്ന് വിട്ടുപോയ ഒരു റെസ്ലറാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന റെസ്ലേഴ്സ്, അവർ ഉറ്റ സുഹൃത്തുക്കളാണെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് റെസ്ലേഴ്സ് മീറ്റ് ചെയ്യുന്നു. അവർ തമ്മിലുള്ള ഒരു ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ ബെയ്ലിയുടെ പ്രൊഫൈലിൽ ബെയ്ലി പങ്കുവെക്കുന്നു. അപ്പോൾ ഇങ്ങനെ ബെയ്ലിക്ക് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ഫോട്ടോസ് പങ്കുവെക്കാൻ ഡബ്ല്യുഡബ്ല്യുഇയുടെ അനുമതി വേണമോ വേണ്ടയോ എന്നുള്ളത് രണ്ടാമത്തെ ഒരു ചോദ്യമാണ്. പക്ഷേ ബെയ്ലി ഇത്രയും ഒരു ഫ്രീഡത്തോടു കൂടി സാഷ ബാങ്ക്സും ഒത്തിട്ടുള്ള ഫോട്ടോസ് പങ്കുവെക്കുന്നുണ്ടെങ്കിൽ സാഷ ബാങ്ക്സിൻ്റെ ഡബ്ല്യുഡബ്ല്യുഇയിലേക്കുള്ള തിരിച്ചുവരവിന് വഴികൾ ഓൾറെഡി ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർ കുറിക്കുന്നത്. അതുകൊണ്ടാണ് ബെയ്ലി ഇത്രയും മണിക്കൂർ കഴിഞ്ഞിട്ട് ആ ഒരു ഫോട്ടോസ് ഇതുവരെ ഡിലീറ്റ് ചെയ്യാത്തത് എന്നുള്ളതും കുറച്ച് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് സാഷ ബാങ്ക്സ് ഡബ്ല്യുഡബ്ല്യുഇയിലേക്ക് തിരികെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ്. അതുകൊണ്ടാണ് ബെയ്ലി ഇത്തരത്തിൽ സാഷ ബാങ്ക്സിൻ്റെ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം പങ്കുവെക്കുന്നത്. ഏതായാലും ബെയ്ലി ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതാണ്. അവിടെ നിന്നാണ് സാഷ ബാങ്ക്സും മീറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഫോട്ടോസ് വന്നിട്ടുള്ളത്. കൂടാതെ ഹോളിവുഡിലെ മറ്റ് ആക്ടേഴ്സിൻ്റെ ഒപ്പമുള്ള ഒരു ഫോട്ടോസും ബെയ്ലി പങ്കുവെക്കുന്നുണ്ട്. നിലവിൽ ഡാമേജ് കൺട്രോളിൻ്റെ സ്റ്റോറി ലൈനിലാണ് ബെയ്ലി ഏർപ്പെട്ടിരിക്കുന്നത്. ഡാമേജ് കൺട്രോളിൽ നിന്ന് ബെയ്ലിയെ പുറത്താക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു കിക്കൗട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് ബെയ്ലിയെ സഹായിക്കാൻ വേണ്ടി സാഷ ബാങ്ക്സ് തിരികെ വന്നാൽ അത് നല്ലൊരു മൊമെൻ്റ് ആയിരിക്കുമെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അതുപോലെ തന്നെ 2024 വുമൻസ് റോയൽ റംബിൾ മത്സരത്തിലെ ഒരു വലിയൊരു സർപ്രൈസ് എൻട്രിയായി സാഷ ബാങ്ക്സിൻ്റെ തിരിച്ചുവരവ് കാണാൻ സാധിച്ചാലും അതും വലിയൊരു മൊമെൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.